ഒരുപാട് ഉമ്മമാർ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളും ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾ, ഈ അശുദ്ധിയുടെ സമയത്ത് എന്തൊക്കെ കാര്യം ചെയ്യാം, എന്തൊക്കെ കാര്യം ചെയ്യാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സംശയം ചോദിച്ചു. അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഉമ്മ ചോദിച്ചത്, ഉസ്താദെ 15 ദിവസത്തേക്കാൾ കൂടുതൽ ഈ രക്തം ഇങ്ങനെ വന്നാൽ, ബ്ലഡ് വന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഹൈല് രക്തമാണോ അല്ലെങ്കിൽ അത് രോഗരക്തമാണോ? അപ്പം ഞങ്ങൾ നിസ്കരിക്കേണ്ടതുണ്ടോ? എങ്ങനെയാ വുളു എടുക്കേണ്ടത്? പല സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചില ഉമ്മമാർക്കുണ്ട്. അതിൻ്റെ എന്താണ് കൃത്യമായ മറുപടി? ഇത് കേട്ടു നോക്ക്. ഒരു ചെറിയ ദിക്ർ പറഞ്ഞു തരാം. ഉമ്മമാരെ, നിങ്ങൾക്ക് വേഗത്തിൽ, പുരുഷന്മാരെക്കാൾ വേഗത്തിൽ സ്വർഗത്തിൽ കടക്കണോ? നിങ്ങൾക്ക് ഈ ഒരൊറ്റ ദിക്ർ പറഞ്ഞാൽ മതി. നിസ്കാരമില്ലാത്ത സമയത്ത് ഇതൊരു ഉമ്മ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന 7 വലിയ പ്രതിഫലങ്ങളുണ്ട്. 1000 റക്അത്ത് നിസ്കരിക്കുന്നത് പോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും നിസ്കാരമില്ലാത്ത സമയത്ത് ഒരു ചെറിയ ദിക്ർ പറഞ്ഞാൽ. ഏതാണ് ആ ദിക്ർ? അത് എത്ര പ്രാവശ്യം പറയണം? എന്താണ് അതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് പറയേണ്ടത്? വിശദമായി ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കാം. ഇത് അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ അൽഹംദുലില്ലാഹ് നിരവധി പേർക്ക്, ഒരുപാട് പേരുടെ മനസ്സിലെ സംശയങ്ങൾ അത് ദൂരീകരിക്കാൻ ഈ ക്ലാസ്സുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരുടെ സംശയങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പേര് കാത്തിരുന്ന പല വിഷയങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറഞ്ഞ് ഒരുപാട് പേർക്ക് ആ ഇൽമുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് കമൻറ്റിലൂടെയൊക്കെ വായിച്ചു നോക്കിയാൽ അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരുപാട് സന്തോഷ വാർത്തയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് പറയുന്ന ഈ കാര്യങ്ങൾ പ്രധാനമായും സ്ത്രീകളുമായി, ഉമ്മമാരൊക്കെ ആയി പ്രത്യേകം ബന്ധപ്പെട്ടതാണ്. അവർ പ്രത്യേകം കേൾക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കളെ കേൾപ്പിക്കേണ്ട ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പറയുന്നത്. റബ്ബ് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നിരവധി പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും, ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ കമൻറ്റിലൂടെ. പല ആളുകളും ഞങ്ങൾക്ക് കമൻറ്റ് എഴുതാനൊന്നും അറിയില്ല, ഞങ്ങൾക്ക് കമൻറ്റ് എഴുതാനോ അല്ലെങ്കിൽ ദുആ വസിയത്ത് പറയാനൊന്നും അറിയില്ല, അപ്പോൾ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് നേരിട്ട് കണ്ട് പല ഉമ്മമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും മാറ്റി കൊടുക്കട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യർ 2 വിധമാണ്. ഒന്ന് ആണ്, 2 പെണ്ണ്. മനുഷ്യനെന്ന് പറയുമ്പോൾ ഒന്ന് ആൺ വിഭാഗം, 2 പെൺ വിഭാഗം. ആണുങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് നമ്മുടെ വല്ലുപ്പയാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ മനുഷ്യനാണ്, ആദ്യത്തെ പുരുഷനാണ്. ആദം നബി അല്ലാഹു തആല മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഭൂമിയിലെ പല പ്രദേശങ്ങളിൽ നിന്നും എടുത്ത മണ്ണുകൾ കൊണ്ടാണ് ആദം നബി അള്ളാഹു സൃഷ്ടിച്ചത്. ആദം നബിയുടെ വാരിയെല്ലിൽ നിന്നാണ് നമ്മുടെയൊക്കെ വല്ലുമ്മയാകുന്ന ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആണിന് അല്ലാഹു തആല, ആൺ വർഗത്തിന്, പുരുഷന്മാർക്ക് അല്ലാഹു തആല കരുത്ത് നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്. അതുപോലെ എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം അല്ലാഹു തആല സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്ക് നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക്, പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല ആണുങ്ങളെക്കാൾ കൂടുതൽ സഹനം, അതുപോലെ ക്ഷമ, അതുപോലെ സ്നേഹം, അനുകമ്പ, മനക്കെട്ടി, അതൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ അല്ലാഹു തആല സ്ത്രീകൾക്കും നൽകിയിട്ടുണ്ട്. 2 പേർക്കും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ, ശാരീരിക സവിശേഷതകളാണ് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. ഒരു കുട്ടിയെ ഒരു പെണ്ണ് പ്രസവിച്ചിട്ട് ആ കുട്ടിയെ ഒരു 2 വയസ്സുവരെ ആ പെണ്ണ് എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും വളർത്തുക, അല്ലേ? അത് കരയുമ്പോൾ ആ കുട്ടിയെ ആശ്വസിപ്പിക്കണം, അതുപോലെ തന്നെ ആ കുട്ടിക്ക് പാല് കൊടുക്കണം, അത് മൂത്രമൊഴിക്കുമ്പോൾ, മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ അതൊക്കെ ക്ഷമയോടെ, സഹനത്തോടെ ഒരു പെണ്ണിന് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതൊരു പുരുഷനാണെങ്കിൽ ആ സമയത്ത് അവനിക്ക് കുറച്ച് ദിവസം അവൻ ചെയ്താൽ പിന്നെ അവൻ മടുക്കും. പക്ഷെ അവനിക്ക് വലിയൊരു കട്ടിയുള്ള, ഭാരമുള്ള മറ്റൊരു ജോലി, ഒരു വിറക് വെട്ടാൻ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു കുറച്ച് കല്ലെടുത്ത് മാറ്റാൻ ജോലി കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? പക്ഷെ അവനിക്ക് ഈ ഒരു ജോലി ചെയ്യാൻ, ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ അവനിക്ക് സാധിക്കില്ല. അപ്പം അത്തരത്തിലാണ് അള്ളാഹു വ്യത്യസ്തമായ രൂപത്തിലാണ് ആണിനെയും പെണ്ണിനെയും പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാനിവിടെ പറയുന്നത്, എൻ്റെ ഉമ്മമാർ
അവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള, സ്ത്രീകൾക്ക് പടച്ചവൻ കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥയാണ് മെൻസസ് എന്നുള്ളത്. നിസ്കാരം പോവുക, അശുദ്ധി, പല പേരിലും പറയും, പല ആളുകളും പല രൂപത്തിലാണ് പറയുന്നത്. പണ്ടൊക്കെ 13 വയസ്സ്, 14, 15 ആ ഒരു പ്രായത്തിലായിരുന്നു മിക്ക പെൺകുട്ടികൾക്കും ഈ പ്രായം അറിയിക്കുക, അതായത് അശുദ്ധി വരിക, മെൻസസ് വരിക. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു 8 വയസ്സ്, 9 വയസ്സ്, അതായത് 10 വയസ്സിന് മുമ്പേ തന്നെ ഈ വയസ്സറിയിക്കുന്ന, നിസ്കാരം പോകുന്ന ആ ഒരു തരത്തിലേക്ക് ഇന്നത്തെ മക്കൾ മാറിയിട്ടുണ്ട്. അത് വേറൊന്നുമില്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഭക്ഷണമാണ് കിട്ടുക. അത് തന്നെ ശരീരത്തിൽ പിടിക്കാനുള്ള ആ ഒരു അവസരം അവർ കൊടുക്കാൻ ഓടിച്ചാടി കളിച്ച് രസിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ കുട്ടികൾ ചടഞ്ഞിരിക്കുന്നു. പിന്നെയോ വേറെ വ്യായാമം ഒന്നുമില്ല, മറിച്ച് ഒരുപാട് ഭക്ഷണം, ഇപ്പോൾ അൽഫാമായി, കുഴിമന്തിയായി, അതുപോലെ ഷവർമയായി, ഫാറ്റായ ഭക്ഷണം ഇങ്ങനെ കഴിച്ച് നമ്മുടെ വീടുകൾ, നമ്മുടെ പെൺമക്കൾ, നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ മതി. നമ്മളൊക്കെ ഈ കേൾക്കുന്ന ഉമ്മമാർ, നിങ്ങളുടെ ചെറുപ്രായത്തിൽ സാറ്റ് കളിക്കും, അതായത് കണ്ണ് പൊത്തിക്കളി ഉണ്ട്, അതുപോലെ തന്നെ കല്ല് കുത്തിക്കളിയുണ്ട്. അങ്ങനെ കായികമായ ഒരുപാട് അധ്വാനങ്ങൾ ചെയ്യുന്ന, അതായത് എന്തെങ്കിലും ചെറിയ ഭക്ഷണം കഴിക്കും, അതപ്പോൾ തന്നെ ദഹിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള പ്രവൃത്തികളായിരുന്നു പണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ അവരുടെ ചെറുപ്രായത്തിൽ ചെയ്തത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് നോക്കിയാൽ നമ്മുടെ മക്കൾ കുഴിമന്തി, അൽഫാം, ഷവർമ അതൊക്കെ കഴിച്ച് ഫാറ്റിയായ ഒരുപാട് ഭക്ഷണം കഴിച്ച് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് പഠിക്കാനുണ്ടാകും, ചിലപ്പോൾ ട്യൂഷൻ ഉണ്ടാകും, മദ്രസ ഉണ്ടാകും, പിന്നെയോ ഫോണിൻ്റെ പുറകിലാണ് അല്ലേ, ഓരോ റീൽസുകൾ കാണുകയും ഫോണുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ ശരീരത്തിൽ ഫാറ്റ് വന്ന് പെട്ടെന്ന് വയസ്സറിയിക്കുന്നു. അതൊക്കെ മോശമാണ് എന്നൊന്നുമല്ല പറഞ്ഞത്, അത് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു അവസ്ഥ അത് അല്ലാഹു തആല സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥയാണ്. മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ ഹവ്വാ ബീവിയുടെ ചില വാക്കുകൾ കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല കഴിക്കാൻ പാടില്ല, പറിക്കാൻ പാടില്ല എന്നൊരു പഴത്തെ പറ്റി പറഞ്ഞു. ആ പഴം പറിച്ച് കഴിക്കാനുള്ള ഒരു പ്രചോദനം കൊടുത്തത് നമ്മുടെ വല്ലുമ്മയായിരുന്നു, ഹവ്വാ ബീവിയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു അവർക്കൊരു പരീക്ഷണം കൊടുത്തതാണ്, ഹവ്വാ, നിനക്കും നിന്റെ സന്താന പരമ്പരയിൽ വരുന്ന എല്ലാ പെൺകുട്ടികൾക്കും, എല്ലാ പെണ്ണുങ്ങൾക്കും ഇനി മുതൽ ഒരു അവസ്ഥയുണ്ട്, അതാണ് ഹൈദ്. അതായത് മാസത്തിൽ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 6 ദിവസം, ഒരു നിശ്ചിത ദിവസം അവർക്ക് ശരീരത്തിൽ നിന്നും അശുദ്ധ രക്തം ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ, അത് അല്ലാഹു തആല സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഈ അശുദ്ധിയുടെ സമയം, അങ്ങനെ രക്തം വരുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ദീൻപരമായി നമുക്ക് ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെ കാര്യം ചെയ്യാൻ പാടില്ലാത്തതും? നിരവധി പേരാണ് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുള്ളത്, ഉസ്താദെ ഞങ്ങൾക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക, അത് ഖുർആൻ ആയത്തല്ലേ, അത് ഓതാൻ പറ്റുമോ? അതുപോലെ ദുആ ചെയ്യാൻ പറ്റുമോ? വുളു എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് നിരവധി സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ 15 ദിവസത്തേക്കാൾ കൂടുതൽ രക്തം വരുന്നു, അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ നിസ്കരിക്കേണ്ടത്? അങ്ങനെ നിരവധി സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുരുഷന്മാരെക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും അതുപോലെ സ്വർഗത്തിൽ പോകാനൊക്കെ വലിയ അവസരം കൊടുത്തിട്ടുള്ള ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും നിസ്കരിക്കണം, നിർബന്ധമാണ്. എല്ലാ റമദാനിലും നോമ്പ് പിടിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒട്ടും നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഒരു രോഗിയായി മാറണം. അല്ലാതെ ഏത് സമയത്തും, തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഏത് സമയത്തും അവർക്ക് നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ മറിച്ചൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നിസ്കാരം ഒരു മാസത്തിൽ ഒരു 7 ദിവസം, ചുരുങ്ങിയത് 7 ദിവസം, മീഡിയം ഒരു 7 ദിവസം അവൾക്ക് നിസ്കാരമില്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പം നിസ്കരിക്കേണ്ട കാര്യമില്ല, നിസ്കരിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചേ, നിസ്കാരം കൂടുതലുള്ള പുരുഷന്മാരെക്കാൾ വേഗത്തിൽ സ്വർഗത്തിൽ പോവാൻ സ്ത്രീകൾക്ക് സാധിക്കും. എങ്ങനെ? ഈ നിസ്കാരമില്ലാത്ത സമയത്ത് അവർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ. ഉമ്മമാർക്കും സഹോദരിമാർക്കും പുരുഷന്മാരെക്കാൾ കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കാനും വേഗത്തിൽ സ്വർഗത്തിൽ കടക്കാനും പറ്റും. അതായത് നിങ്ങൾക്ക് നിസ്കാരമില്ലാത്ത സമയത്ത് ചെറിയൊരു ദിക്ർ പറഞ്ഞാൽ 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച്, 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം ഒരു ദിക്ർ കൊണ്ട് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ആ ദിക്ർ എത്ര പറഞ്ഞാൽ എത്ര കൂലിയാ കിട്ടുക? ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ പല ആളുകളും ചോദിച്ചു, ഉസ്താദെ ഈ നിസ്കാരമില്ലാത്ത മെൻസസ് ഉള്ള സമയത്ത് ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല? കേട്ടോ, ഒന്നാമത്തേത്, വിശുദ്ധമായ ഖുർആൻ ഓതാൻ പാടില്ല, ഖുർആൻ തൊടാൻ പാടില്ല, ഖുർആൻ ചുമക്കാൻ പാടില്ല.
ഇത് സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, ഈ ജനാപത്തുകാരനായ പുരുഷന്മാരും ഇങ്ങനെ തന്നെ. ഖുർആൻ തൊടാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, ഓതാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, തൊവാഫ് ചെയ്യാൻ പാടില്ല. തൊവാഫ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തേത്, റമളാൻ മാസത്തിലാണ് ഈ ഒരു അവസ്ഥ വന്നതെങ്കിൽ നോമ്പ് പിടിക്കാനും പാടില്ല. നോമ്പ് പിടിക്കാൻ പാടില്ല, പക്ഷേ ആ ഒരു നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇത് നിങ്ങൾക്കൊരു ഇളവാണ്. കാരണം വല്ലാത്ത മാനസിക സമ്മർദ്ദമുള്ള ഒരു സമയമാണ്. വയറ് നല്ല വേദനയാണ്, അല്ലേ? വേദന ഉണ്ടാകും, മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാകും, മറ്റു പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുണ്ടാകും. അതൊക്കെ പറയാതെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ സഹിക്കുന്ന വേദനക്കും അസ്വസ്ഥതക്കും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം തരും. ഒരു പെണ്ണിന് അവൾ ചെയ്യുന്ന ഒരു മാസത്തെ തെറ്റുകൾ ഈ ഒരു 7 ദിവസം കൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുക്കൂലേ? ആ ഒരു മാനസിക സമ്മർദ്ദം കൊണ്ട്, മാനസികമായ അല്ലെങ്കിൽ ശാരീരികമായ ആ ഒരു വേദന കൊണ്ട്, അസ്വസ്ഥത കൊണ്ട് അവൾ ആ ഒരു മാസം ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ചില ആളുകൾ ചോദിച്ചു, ഉസ്താദ്, ഈ 15 ദിവസത്തേക്കാൾ കൂടുതൽ ഈ ബ്ലഡ് കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ഈ മെൻസസ് എന്ന് പറഞ്ഞാൽ, ഹൈൽ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് കുറഞ്ഞത് 1 ദിവസമാണ്, കൂടിയത് 15 ദിവസമാണ്. ഇടത്തരം സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു 6-7 ദിവസമാണ്. 6-7 ദിവസം അത് വന്നിട്ട് ആ ഒരു സമയത്ത് വരുന്നു, പിന്നെ നിൽക്കുന്നു. അതാണ് ഏകദേശം ഒരു എന്താ പറയുക മധ്യനില. കൂടിയത് 15 ദിവസമാണ്. 15 ദിവസത്തേക്കാൾ കൂടുതലായി ബ്ലഡ് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അത് ഇസ്തിഹാലത്തിൻ്റെ ബ്ലഡാണ്, അതായത് രോഗരക്തമാണ്. ആ സമയത്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിസ്കാരം അവിടെ ചെയ്യണം, നിസ്കരിക്കണം, നിർബന്ധമാണ്. 15 ദിവസം കഴിഞ്ഞിട്ടും ബ്ലഡ് വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നിസ്കാരം, നോമ്പൊക്കെ നിർബന്ധമാണ്. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ളുഹറിൻ്റെ ബാങ്ക് വിളിച്ചു, എന്നിട്ട് എന്ത് ചെയ്യുക? ബാങ്ക്, അതായത് നിസ്കാരത്തിൻ്റെ സമയമായതിന് ശേഷം ആ ഭാഗമൊക്കെ നല്ലതുപോലെ ക്ലിയറാക്കി കഴുകുക. എന്നിട്ട് ഒരു പഞ്ഞിയോ അല്ലെങ്കിൽ ഇപ്പോൾ പാഡ് ഉണ്ടല്ലോ, പാഡ് വെച്ച്, അല്ലെങ്കിൽ പണ്ടൊക്കെ തുണിയായിരുന്നു, ആ തുണി വെച്ച് ആ ഭാഗമൊക്കെ നല്ല ഭദ്രമാക്കി കെട്ടിവെച്ച് എന്നിട്ട് വുളു എടുത്തിട്ട് നിസ്കരിക്കുക. ഈ നിസ്കാരത്തിൻ്റെ ഇടയിൽ ബ്ലഡ് പോയെന്ന് വെച്ച് ഒരു കുഴപ്പവും വരാനില്ല. പിന്നെ അസർ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ ദുഹറിൻ്റെ സമയത്ത് വെച്ച പാഡ് മാറ്റുക, എന്നിട്ട് വീണ്ടും മറ്റൊരു പാഡ് വെക്കുക, അല്ലെങ്കിൽ തുണി വെക്കുക. ഓരോ വഖത്ത് നിസ്കാരത്തിൻ്റെ സമയം ആയതിനു ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വുളു എടുക്കേണ്ടതും നിസ്കരിക്കേണ്ടതും. നേരത്തെ വുളു എടുത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് രോഗരക്തം. പിന്നെ നമ്മൾ രോഗരക്തം വരാൻ, ഈ ഇസ്തിഹാലത്തിൻ്റെ രോഗരക്തം വരാൻ ചിലപ്പോൾ വയറ് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ച് മരുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് 15 ദിവസത്തേക്കാൾ കൂടുതലായി ബ്ലഡ് കണ്ടാൽ ചെയ്യേണ്ട അവസ്ഥ. പിന്നെ നമുക്ക് ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യുക? ആ ഭാഗമൊക്കെ നല്ലപോലെ കഴുകി ശുദ്ധിയാക്കി വുളു എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ ഖുർആൻ ഓതുക. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇസ്തിഹാദത്തിൻ്റെ രക്തം വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഈ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് കൊടുക്കുന്ന വലിയൊരു ഓഫറിൻ്റെ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കഫാറത്തുൽ ലിമാ മളാ എന്നാണ്. ആ ഒരു നിസ്കാരമില്ലാത്ത മെൻസസിൻ്റെ ഒരു 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം അവർ ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ വിഷമം, സങ്കടം, ടെൻഷൻ അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കം, ആ ബുദ്ധിമുട്ട് കാരണം കഫാറത്തുൽ ലിമാ മളാ, അവളുടെ കഴിഞ്ഞുപോയ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെ തെറ്റുകൾ പുറത്തു തരുക മാത്രമല്ല, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു പെണ്ണ് നിസ്കാരമില്ലാത്ത സമയത്ത് ഒരു ദിക്ർ പറഞ്ഞാൽ അവൾക്ക് കിട്ടുന്നത് 7 വലിയ പ്രതിഫലങ്ങളാണ്. ആദ്യം ഏതാണ് ആ ദിക്ർ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഇതാണ് ആ ദിക്ർ. ഏതാണ്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ദിക്റാണ് ഇത്. ഉമ്മമാര് പറയുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ആ ഒരു നിസ്കാരമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അല്ലാഹുവേ എല്ലാ സമയത്തും നിനക്കാകുന്നു സർവ്വ സ്തുതികളും. വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്, എൻ്റെ എല്ലാ തെറ്റുകളും റബ്ബേ നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണം. ഇതാണ് ആ ദിക്റിൻ്റെ അർത്ഥം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് എന്ന് ഒരു സ്ത്രീ
ഒരു പെണ്ണ് അവരുടെ നിസ്കാരമില്ലാത്ത സമയത്ത് പറഞ്ഞാൽ അവൾക്ക് കിട്ടുന്നത് 7 പ്രതിഫലം. 1, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് സിറാത്തു പാലം വേഗത്തിൽ കടന്നു പോവാനുള്ള അവസരം കൊടുക്കും. 2, മീസാൻ എന്ന തുലാസിൽ അവളുടെ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുന്നതാണ്. 3, അല്ലാഹു അവരുടെ തെറ്റുകളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് കൊടുക്കുന്നതാണ്. 4, നരകമോചനം ഉണ്ടാകും. 5, സ്വർഗത്തിൽ കടക്കുമെന്നല്ല, സ്വർഗത്തിൽ ഉന്നതമായ പദവി അല്ലാഹു കൊടുക്കും. 6, ഈ ലോകത്തും പരലോകത്തും അല്ലാഹു എന്തെല്ലാം ബലാ മുസീബത്തുകൾ വിധിച്ചിട്ടുണ്ടോ, എന്തെല്ലാം ശിക്ഷകൾ വിധിച്ചിട്ടുണ്ടോ അതിൽ നിന്നുള്ള നിർഭയത്വം അല്ലാഹു കൊടുക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഒരു പെണ്ണ് നിസ്കാരത്തിൻ്റെ സമയം, ഇപ്പോൾ നമ്മുടെ നിസ്കാരമില്ലാത്ത ടൈമാണല്ലോ ഇത്, അപ്പോൾ ഓരോ വക്കത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്തും 70 പ്രാവശ്യമോ അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 33 55 നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപം, ആ പറ്റുന്ന എണ്ണം നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാം, അൽഫ് റക്അത്ത്, അത് 1000 റക്അത്ത് നിസ്കരിച്ചത് പോലത്തൊരു പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നാണ്. ഇത് തന്നെ പോലെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, എളുപ്പത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ എളുപ്പത്തിൽ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. കാരണം പുരുഷന്മാരെക്കാൾ കുറവാണ് പെണ്ണുങ്ങൾ നിസ്കരിക്കൽ. കാരണം ഒരു മാസം മുഴുവനും ആണുങ്ങൾ നിസ്കരിക്കുന്നു എങ്കിൽ ഒരു മാസത്തിൽ 30 ദിവസമുണ്ടെങ്കിൽ അതിൽ 22 23 ദിവസം നിങ്ങൾ നിസ്കരിച്ചാൽ മതി. ബാക്കി 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം എന്തായിരിക്കും? നിസ്കാരമില്ലാത്ത സമയമായിരിക്കും. പക്ഷേ ഈ 30 ദിവസം നിസ്കരിക്കുന്ന പുരുഷന്മാരെക്കാൾ കൂടുതൽ പ്രതിഫലം പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കും. എങ്ങനെ? ആ നിസ്കാരമില്ലാത്ത ആ ഒരു ടൈമിൽ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ എന്ത്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അപ്പോൾ 7 വലിയ പ്രതിഫലം, 1000 റക്അത്ത് നിസ്കരിച്ചത് പോലത്തൊരു പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്നാണ്. അപ്പോൾ വെറുതെ ഈ പ്രതിഫലം കളയണ്ട. അപ്പോൾ ഇത് ഇന്ന് തൊട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ പെൺമക്കൾക്ക് അല്ലെങ്കിൽ മരുമക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ ചെറുതായി സൂചിപ്പിച്ചു. നിസ്കാരമില്ലാത്ത സമയത്ത് നമ്മൾ പറഞ്ഞു ഖുർആൻ ഓതാൻ പാടില്ല, തൊടാൻ പാടില്ല, ചുമക്കാൻ പാടില്ല. പിന്നെ വുദു എടുക്കേണ്ട ആവശ്യം ഇല്ല. പല ഉമ്മമാരും ഈ ഉറങ്ങുന്നതിന് മുമ്പ് വുദു എടുത്ത് കിടക്കുന്നവരാണ്. അപ്പോൾ ഈ നിസ്കാരമില്ലാത്ത സമയത്ത് നിങ്ങൾ അവിടെ വുദു എടുക്കേണ്ട കാര്യം ഇല്ല. ആഗ്രഹമുണ്ടാകും, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഉസ്താദെ വുദു എടുക്കണമെന്ന്, പക്ഷെ വുദു എടുക്കേണ്ട കാര്യം അവിടെ ഇല്ല. വുദു എടുത്തില്ല എങ്കിലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു നിയ്യത്തുണ്ട്, ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു തരുന്നതാണ്. പിന്നെ ത്വവാഫ് ചെയ്യാൻ പാടില്ല, പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ശാരീരികമായ ബന്ധവും പാടില്ല. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ദിക്റുകൾ, ഏത് ദിക്റും നിങ്ങൾക്ക് പറയാം, ഏത് ദിക്റും പറയാം. ദുആ എപ്പോഴും ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതുപോലെ ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ച് ഇരിക്കാനും അവരോട് സംസാരിക്കാനും ഒരുമിച്ചൊരു കട്ടിലിൽ കിടക്കാനും ഒക്കെ ഈ ഒരു സമയത്ത് പറ്റും. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മാറി താമസിക്കണം, പ്രത്യേക ഒരു കുടിൽ പോലെ ഓല വെച്ചുണ്ടാക്കിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ നിസ്കാരമില്ലാത്ത സമയത്ത് പെണ്ണുങ്ങൾ അവിടെയാണ് കഴിയേണ്ടത്, അശുദ്ധിയാണ്, തൊടാൻ പാടില്ല, അവൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാളുകൾ ഇത്തരത്തിലുള്ള അനാചാരം അത് മറ്റ് സമുദായങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ മുസ്ലിം സമുദായത്തിലും ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ കഷ്ടം. മറ്റ് സമുദായക്കാർ അത് അവരുടെ വിശ്വാസമായിട്ട് പോവട്ടെ, മുസ്ലിമീങ്ങളിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അത് അതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലേ, ആ സമയത്ത് നിസ്കാരമില്ലാത്ത സമയത്ത് ഐഷാ ബീവിയുടെ കൂടി ഇരിക്കുമായിരുന്നു. ഐഷാ ബീവി കുടിച്ച അതേ ഗ്ലാസ്സിൽ നബി തങ്ങൾ വെള്ളം കുടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആയിഷ ബീവിയുടെ മടിയിൽ നബി തങ്ങൾ തല വെച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പിന്നെ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചില ഖുർആൻ ആയത്തുകൾ ദിക്റുകളുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ദിക്റാണെന്ന് മനസ്സിൽ കരുതിയിട്ട് ഓതാം. ഉദാഹരണം പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതൊരു ഖുർആൻ ആയത്തല്ലേ? ആയത്താണ്. പക്ഷെ അതൊരു ദിക്റായിട്ട് ഹദീസിൽ കാണാം. അപ്പോൾ അത് ദിക്റാണ്, ഇതൊരു ദിക്റാണ് ഞാൻ പറയുന്നത് എന്ന് മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ പറയാം, വീട്ടിലേക്ക് കിടക്കുമ്പോൾ ബിസ്മില്ലാ പറയാം, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാ പറയാം. മറ്റൊന്ന് അൽഹംദുലില്ലാ എന്ന ദിക്ർ, അതൊരു ഖുർആൻ ആയത്തല്ലേ? ആയത്താണ്. എന്നാലും പക്ഷെ അതൊരു ദിക്റാണെന്ന് മനസ്സിൽ കരുതി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞോ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാം. അതുപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനത്തിൽ കയറുമ്പോൾ ഉള്ള ദുആയാണ്. ഇത് ഖുർആൻ ആയത്താണ്, പക്ഷേ ഇതൊരു ദിക്റായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ദിക്റാണെന്ന് മനസ്സിൽ കരുതി പറയാം. അതുപോലെ തന്നെ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി അതൊരു ഖുർആൻ ആയത്തല്ലേ? ആയത്താണ്. പക്ഷേ അതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതി നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊരു ഖുർആൻ
ആയത്താണ്, ഖുർആൻ വചനമാണ്, പക്ഷേ അതൊരു ദിക്റാണെന്ന് പറഞ്ഞ് മനസ്സിൽ കരുതി നിങ്ങൾക്ക് പറയാവുന്നതാണ്. പല ആളുകൾ ചോദിക്കും, ഉസ്താദെ ഞങ്ങൾ ഈ നിസ്കാരമുള്ള സമയത്ത് അദ്കാർ ഓതാറുണ്ട്, ഹദ്ദാദ് ഓതാറുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് നിസ്കാരമില്ലാത്ത സമയത്തും അത് ഓതാമോ? നിങ്ങൾ നിസ്കാരമുള്ള സമയത്ത് ഇതൊരു വിറുതായി, അതായത് എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്ന ഒരു കാര്യമായി, ഹദ്ദാദൊക്കെ അങ്ങനെയാണല്ലോ, ഹദ്ദാദിലും ആയത്തുകൾ വരുന്നുണ്ട്, ആയത്തുൽ കുർസിയും ആമൻ റസൂലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാ ദിവസവും നമ്മളൊരു ദിക്ർ പോലെ നമ്മൾ ഓതുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്കാരമില്ലാത്ത സമയത്തും അത് ഓതാവുന്നതാണ്. കാരണം നിസ്കാരം ഉള്ളപ്പോഴും ഇത് ഓതുമായിരുന്നു. എങ്ങനെ? ഇതൊരു ദിക്റാണ്, ഔറാദാണ്, ഇതൊരു വെറുതാണ്, എല്ലാ ദിവസവും ചെയ്യുന്നതാണ് എന്ന് മനസ്സിൽ കരുതി നിങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിസ്കാരമില്ലാത്ത സമയത്തും അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എന്ന് വിചാരിച്ച് നിസ്കാരമുള്ള സമയത്ത് യാസീൻ ഓതാറുണ്ട്, സൂറത്തുൽ വാഖിഅ, മുൽക്കൊക്കെ ഓതാറുണ്ട്, നിസ്കാരമില്ലാത്ത സമയത്തും അത് ഓതാൻ നിൽക്കണ്ട. കാരണം അത് തനിച്ച എന്ത് തന്നെയാണ്, അത് ദിക്റൊന്നുമല്ല, അത് തനിച്ച ഖുർആൻ സൂറത്ത് തന്നെയാണ്. അപ്പോൾ അതൊന്നും ഓതണ്ട. പക്ഷേ അത് ഓതാനുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഓതിയത് പോലത്തെ ഒരു പ്രതിഫലം പടച്ചവൻ തരുന്നതാണ്. അപ്പോൾ എന്താണ് നിസ്കാരമില്ലായ്മ? ആ നിസ്കാരമില്ലായ്മ സമയത്ത് എന്തൊക്കെ കാര്യം ചെയ്യണം, ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കാര്യം ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, ഒരു ചെറിയ ദിക്ർ നമ്മൾ പറഞ്ഞു തന്നു. അത് പറഞ്ഞാൽ കിട്ടുന്ന വലിയ പ്രതിഫലം പറഞ്ഞു തന്നു. 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം നിസ്കാരമില്ലാത്ത സമയത്ത് ഉമ്മമാർക്ക് കിട്ടാനുള്ള ഒരു വഴിയും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യമൊക്കെ മനസ്സിലാക്കുക, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾക്കൊക്കെ ഇത് കേൾപ്പിച്ചു കൊടുക്കുക. അവർക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതിയാൽ ഇൻഷാ അല്ലാഹ് കഴിയുന്നത് പോലെ മറ്റൊരവസരത്തിൽ അതൊക്കെ വായിച്ച് അതിനുള്ള മറുപടി തരാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും പടച്ചവൻ ഹാസിലാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ മക്കളുടെ ഭാവി അല്ലാഹു എല്ലാവിധ ഖൈറിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.